ാണിത്. കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പാണ് തൊപ്പിയുടെ തമ്മനത്തെ വീട്ടിൽ നിന്നും പോലീസ് രാസലഹരി പിടികൂടിയത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് റെയ്ഡും തുടർന്ന് ഈ തമ്മനം ഗാന്ധി ജയന്തി റോഡിലെ കോച്ചേരി അപ്പാർട്ട്മെന്റിൽ റെയ്ഡ് നടത്തിയത്. തുടർന്ന് രാസലഹരി പിടികൂടിയത്. ഇത് മീഡിയം ക്വാണ്ടിറ്റി എന്ന അളവിലുള്ള. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ ന്യൂസ് കണ്ടതുപോലെ തന്നെ റിപ്പോർട്ട് ചാനലിൽ വന്ന ന്യൂസാണ്. തൊപ്പി എന്ന നിഹാദിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു ന്യൂസ്. തൊപ്പിയെ പെടുത്തിയതാണ്. പക്ഷേ തൊപ്പിയെക്കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും. ഒരു യൂട്യൂബറാണ്. ലൈവ് സ്ട്രീം ഗെയിമിലൂടെ വന്നിട്ട് പിന്നെ അങ്ങനെ എന്താ പറയുക, കുട്ടികളുടെ എല്ലാം ഇതിൽ ഭയങ്കരമായിട്ട് ഇടം പിടിച്ച് ഭയങ്കര വലിയൊരു യൂട്യൂബറൊക്കെ ആയതാണ്. അതുപോലെ തന്നെ ഒരുപാട് തെറിയും അതുപോലെ പല രീതിയിലുള്ള തെറികളും ഇതൊക്കെ കേട്ടിട്ടുണ്ട്. അവൻ്റെ ആ പെരുമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് തെറികളും അവനെ വെച്ചിട്ട് ഒരുപാട് ഇതും ഒക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പുള്ളിക്കാരന്. അപ്പോൾ ഇപ്പോൾ എന്താണ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുള്ളിക്കാരൻ തൊപ്പിയൊക്കെ മാറ്റി അതുപോലെ മുടിയൊക്കെ വെട്ടി നിഹാദ ഇനി ഞാൻ തൊപ്പിയിലോട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നല്ലവനായതാണ്. പക്ഷേ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരും. പുള്ളിക്കാരൻ നല്ലവനായിട്ടും പിന്നെ സുഹൃത്തുക്കൾ മുഖേനയാണ് ഇപ്പോൾ എന്തായാലും അറസ്റ്റ് ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. പുള്ളിക്കാരൻ ചെയ്ത തെറ്റല്ല, പക്ഷേ സുഹൃത്തുക്കൾ ചെയ്ത തെറ്റിൻ്റെ പേരിൽ പുള്ളിക്കാരനും കൂടെ അതിനകത്ത് ഇൻവോൾവ് ആവുമായിരുന്നു. മിക്കവാറും ഇതോടുകൂടി പുള്ളിക്കാരൻ്റെ എല്ലാ ഇതും പോകാനുള്ള ചാൻസ് ഉണ്ട്. അത്രയ്ക്കും ഇതായിട്ടുള്ളൊരു കേസാണ്. ഈ പുള്ളിക്കാരൻ ഇതെല്ലാം നിർത്താൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് നാൾക്ക് മുമ്പേ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ ഇതെന്താ നിർത്താനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ഉപ്പയും ഉമ്മയും എന്താണ് തൊപ്പിയുടെ വീട്ടിൽ പോയപ്പോൾ ഉപ്പയും എന്നെ വാതിലടച്ച് ഉള്ളിൽ പോയി. അപ്പോൾ അതുകൊണ്ട് എന്നെ അത് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു. അതുകൊണ്ടാണ് ഞാനിതെല്ലാം നിർത്തുന്നത് എന്ന് പറഞ്ഞിട്ടാണ് തൊപ്പിയിൽ നിന്ന് നിഹാദായിട്ട് മാറിയത്. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു നേരിടേണ്ടി വന്നത്, ഈ ഒരു കേസ് നേരിടേണ്ടി വന്നത്. അതുപോലെ തന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ല, നമ്മുടെ ഉറ്റവരും ഉടയവരും നമ്മളെ പുറത്താക്കി കഴിഞ്ഞ് വാതിലടച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മൾ എന്ത് നേടിയിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കറിയുന്ന ആ ഒരു വീഡിയോ ഒക്കെ ആയിരുന്നു കുറച്ച് നാൾക്ക് മുമ്പേ ഉണ്ടായിരുന്നത്. അന്ന് ആശൻ ലൈവിലൊക്കെ വന്നിട്ട് മുടിയൊക്കെ മുറിച്ച് ഇനി ഒന്നിനുമില്ല ഞാൻ നല്ലവനായി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലും ഭയങ്കര ഇതായിട്ടുള്ളൊരു ലൈവായിരുന്നു അന്നത്തേത്. അതിനുശേഷം പുള്ളിക്കാരനിപ്പോൾ കാണുന്നത് രാസലഹരി കേസിൽ പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ന്യൂസ് കേൾക്കുന്നത്. കുറേ തെറ്റുകൾ ചെയ്ത് നടക്കുന്ന സമയത്ത് ഒരു ഇതും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ തെറ്റുകളെല്ലാം നിർത്തി നല്ലവനാകുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വരും. അത് സ്വാഭാവികമാണ്. നല്ലവനായി ഇതാവുമ്പോൾ എന്താ പറയുക, മുജ്ജന്മ പാപം എന്നൊക്കെ പറയില്ല. നമ്മൾ നേരത്തെ ചെയ്ത പാപങ്ങളൊക്കെ നമ്മൾ നല്ലവനാകുന്ന സമയത്ത് നമുക്ക് ഇടുത്തി പോലെ എല്ലാം കൂടെ നമ്മുടെ തലയിൽ വന്ന് വീഴും. അങ്ങനെയാണ് എല്ലാവരുടെയും കണ്ടിരിക്കുന്നത്. ഇപ്പം എന്താ പറയുക, കുറേ ആളുകൾ കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവർ ഭയങ്കര പ്രശ്നക്കാരായിരിക്കും. പക്ഷെ അവർ ഒരു കല്യാണം കഴിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇതായിട്ട് അവർ നല്ലവനായി. അതിനുശേഷം പിന്നെ അവരുടെ പഴയ കാര്യങ്ങളൊക്കെ പിന്നെ അത് ഇപ്പോൾ കല്യാണം കഴിച്ചതാണെങ്കിൽ ആ പഴയ കാര്യങ്ങളൊക്കെ ഭാര്യ അറിയുന്ന സമയത്ത് അത് അവൾ ഭാര്യ ഇട്ടിട്ട് പോകും. പിന്നെ അപ്പോൾ അവൻ നല്ലവനായതാണ്, നല്ലവനായിട്ട് ഭാര്യയെ സ്നേഹിക്കാനും ഇതിനൊക്കെ തുടങ്ങിയതാണ്. പക്ഷേ ഭാര്യ ആ പഴയ കാര്യങ്ങളൊക്കെ അറിയുന്ന സമയത്ത് ചിലപ്പോൾ ഇട്ടിട്ട് പോകുന്നതാകും. അങ്ങനെയുള്ള ഒരുപാട് ഇൻസിഡൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. അതുപോലെ തൊപ്പിയുടെ കാര്യത്തിലും അങ്ങനെയാണ് സംഭവിച്ചത്. തൊപ്പി നല്ലവനായി, പക്ഷേ എല്ലാം കൂടെ നല്ലവനായി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇടുത്തി പോലെ അവൻ്റെ തലയിൽ എല്ലാം കൂടെ വന്ന് വീണു എന്നുള്ളതാണ്. ഇവൻ ഇതിലൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇവൻ്റെ സുഹൃത്തുക്കളാണ് തെറ്റ് ചെയ്തത്. പക്ഷെ അതിൽ തൊപ്പി ബലിയാടാകേണ്ടി വന്നു എന്നാണ് ഇപ്പോൾ കിട്ടിയ ന്യൂസിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് ആ ന്യൂസിൽ കുറച്ച് ഭാഗങ്ങളും കൂടെ ഒന്ന് കണ്ടിട്ട് വരവൊന്ന് കണ്ടു നോക്കൂ. പോലീസ് കേസെടുത്തത് 3 പേരെയാണ്, പ്രതികർത്താണ് കേസെടുത്തത്. മുഹസിബ്, സുഹൈൽ, ജാബിർ. ഇവർ 3 പേരും തൊപ്പി എന്ന നിഹാദിന്റെ ഇപ്പോൾ കൂടെ നടന്ന ഈ ജാബിർ എന്ന് പറയുന്നത് രാസലഹരി സപ്ലയർ ആണെന്നാണ് ഇപ്പോൾ ആ ന്യൂസിൽ പറയുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഡ്രൈവറായിട്ട് കൂടെ കൊണ്ടുപോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. എന്തായാലും അവനെ അറിയുന്ന ആളായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഡ്രൈവറാക്കി വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയുള്ളതൊക്കെ നേരിടേണ്ടി വരും. നിങ്ങളൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ടോ? ചന്ദനം ചാരിയ ചന്ദനം മണക്കും, ചാണകത്തിൽ ചാരിയ ചാണകം മണക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നല്ലവനായ സ്ഥിതിക്ക് ഇങ്ങനെയുള്ള കൂട്ടുകെട്ടൊക്കെ വിട്ടതാണെങ്കിൽ അവനക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വരില്ല. അപ്പം ഇവനുമായിട്ടുള്ള കൂട്ടുകെട്ടാണ് ഇവനെ ഡ്രൈവറാക്കി വെച്ചത് കൊണ്ടാണ് ഇവൻ തന്നെയാണ് ഒരു ഇതാക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തൊപ്പിക്കും കൂടെ അതിൽ പെടേണ്ടി വന്നു.
ഇതിപ്പോൾ ഈ ഒരു വാർത്ത ഇത്രയും ചർച്ച ചെയ്യപ്പെടാൻ കാരണം തന്നെ തൊപ്പി ഇതിൽ ഇൻവോൾവ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇത്രത്തോളം ഒന്നും എന്തായാലും ഇതിൽ വരില്ല, ന്യൂസിലും അതുപോലെ ഇതിലൊന്നും വരത്തില്ല. അപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലൊന്നും ഇങ്ങനെ വരില്ല. ന്യൂസിൽ ചുമ്മാ ഒരു ഇതായിട്ട് വരുമായിരിക്കും, അല്ലാതെ അങ്ങനെ വലിയൊരു ഇതായിട്ടൊന്നും വരില്ല. പക്ഷേ ഇതിൽ തൊപ്പി ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ, വലിയൊരു യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ അവനക്ക് ഇത് വലിയ രീതിയിൽ തന്നെ ന്യൂസായിട്ട് മാറി. അതാണ് ഇവിടെ സംഭവിച്ചത്. എന്താ പറയുക, എന്തെല്ലാം ലോകത്ത് നടക്കുന്നു, അതുപോലെ പീഡനങ്ങൾ, അതുപോലെ തന്നെ ലഹരി മരുന്ന്, അത് എന്താ പറയുക, കഞ്ചാവ് പിടിച്ചു, അതൊന്നും വലിയ രീതിയിലൊന്നും വാർത്തകളാവുന്നില്ല. അത് പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ചിലപ്പോൾ വാർത്തയാവുകയില്ല. അത് പോലീസ് മുഖേന അങ്ങനെ ഇതായിട്ട് ഒതുക്കി തീർക്കണം. പക്ഷേ ഇത് ഇവിടെ എത്രമാത്രം ചർച്ച ചെയ്യപ്പെടാൻ കാരണം ഇതിൽ തൊപ്പി എന്ന നിഹാദ് ഇൻവോൾവ് ആയതുകൊണ്ടാണ് ഈ ഒരു വാർത്ത ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ടത്. ഇതിപ്പോൾ പല യൂട്യൂബേഴ്സും അല്ലെങ്കിൽ ഞാനും ഇതിൽ റിയാക്ട് ചെയ്തതെന്ന് വെച്ച് തൊപ്പി ഇതിലുള്ളതുകൊണ്ടാണ്. തൊപ്പി അത്രത്തോളം ഫേമസ് ആണ്, സോഷ്യൽ മീഡിയയിൽ അത്രത്തോളം ഫേമസ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ടാണ് നമ്മൾ തൊപ്പിയെക്കുറിച്ച് അറിയുന്നത്, അത് നമ്മൾ റിയാക്ട് ചെയ്യുന്നതും. അപ്പോൾ തൊപ്പിയല്ല വേറെ ആരെങ്കിലും ആണെങ്കിൽ നമ്മളിതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യും പോലും ഇല്ല. അതൊരു ചെറിയൊരു ന്യൂസായിട്ട് അത് മാറും, അല്ലെങ്കിൽ ചിലപ്പോൾ ന്യൂസ് വരത്തേ ഇല്ല. അങ്ങനെയായിരിക്കും ചില ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ ഇതിൽ തൊപ്പി ഇൻവോൾവ് ആയത് കൊണ്ട് മാത്രമാണ് ഇത്രത്തോളം ഇത് എല്ലാവരും അറിഞ്ഞത്. നമ്മളിപ്പോൾ ഒരു അത്യാവശ്യം ഒരു ചെറിയൊരു യൂട്യൂബറാണ്. അപ്പോൾ യൂട്യൂബർ ആണെങ്കിലും നമ്മൾ ചിലപ്പോൾ നാളെ വലിയ യൂട്യൂബേഴ്സ് ആയേക്കാം. അപ്പോൾ നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോഴും അതുപോലെ തന്നെ പല ആളുകളെ തിരഞ്ഞെടുക്കുമ്പോഴും നമ്മുടെ ഒപ്പം നിർത്തുമ്പോൾ നമ്മൾ അവർ എങ്ങനെയുള്ള ആളുകളൊക്കെ ആണ് എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ അവരെ തിരഞ്ഞെടുക്കാൻ. ഇല്ലെങ്കിലുണ്ടല്ലോ ഇങ്ങനെയുള്ള ഇത് കേൾക്കേണ്ടി വരും. ഇപ്പോൾ എന്താ പറയുക, തൊപ്പി പറയണത് വലിയൊരു യൂട്യൂബറായിട്ട് മാറി. ഇപ്പോൾ തെറിയൊക്കെ കേൾക്കേണ്ടി വന്നിട്ടാണ് ഇത്രയും ഇതിൽ എത്തിയതെങ്കിൽ കൂടെ പിള്ളേരിനെയൊക്കെ നല്ല രീതിയിൽ വഴിതെറ്റിച്ചിട്ടുള്ളൊരു തന്നെയായിരുന്നു അവൻ്റെ ആ ഗെയിമും കാര്യങ്ങളൊക്കെ. പക്ഷേ അവനക്കിപ്പോൾ യൂട്യൂബിൽ വലിയൊരു യൂട്യൂബറിൻ്റെ സ്ഥാനം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു യൂട്യൂബർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സുഹൃത്തുക്കളെയൊക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾക്ക് പറ്റിയ നല്ല രീതിയിലുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ നല്ലൊരു ആൾക്കാരായി മാറുമ്പോൾ അവരെ പിടിക്കുന്ന സമയത്ത്, അഥവാ നമ്മൾ ചിലപ്പോൾ അവരുടെ അടുത്ത് കൂടെ പോയിട്ടേ ഉണ്ടാവുള്ളൂ. അവർ ലഹരി മരുന്ന് കേസിൽ അവരെ പിടിക്കുന്ന സമയത്ത് നമ്മൾ അവരെ അടുത്ത് കൂടെ പോയാൽ മതി, അല്ലെങ്കിൽ അവരെ സ്കൂട്ടറിൽ ഇരുത്തി കൊണ്ടുപോയാൽ മതി. അപ്പോൾ അതിൽ നമ്മളും കൂടെ പെടും. ഇപ്പോൾ തൊപ്പിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ തൊപ്പിയാണെന്ന് പറയുന്നത്, തൊപ്പിയുടെ സുഹൃത്തുക്കളാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ മെയിനായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നതും അതുപോലെ വാർത്തകൾ വരുന്നതും തൊപ്പി പിടിക്കപ്പെട്ടു, അങ്ങനെയാണ് ന്യൂസുകൾ വരുന്നത്. അപ്പോൾ തൊപ്പി ഇതിൽ ഒന്നും അറിഞ്ഞിട്ട് പോലുമില്ല. പക്ഷേ അതിൽ ഇൻവോൾവ് ആയത് ആരാണ്? തൊപ്പിയാണ്. അതുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും, നമ്മളൊരു സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. നമുക്ക് പറ്റിയ, നമുക്ക് ഇതായിട്ടുള്ള ആൾക്കാരെ, നല്ല ആളുകളെ മാത്രം തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. തൊപ്പി ഒരു വർഷം മുന്നേ ഞാൻ ഒരിക്കലും ലഹരി തൊടില്ല എന്നൊക്കെ പറഞ്ഞു വെച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം, ഒന്ന് കണ്ടു നോക്കൂ. ആ മനോട്ട് ഉറപ്പിച്ച് തലയെ കൈവച്ച് ഞാൻ സത്യം ചെയ്ത എന്റെ ശരീരത്തിൽ ഒരു തുള്ളി മയക്ക് വരുന്ന ഒരു ഇതോ ഇല്ല. സദാചാരി കുന്നായ്മ പട്ടികൾ വന്നിട്ട് വെറുതെ കരയിപ്പിച്ചിട്ട് പോകുന്നടാ. വെറുതെ അത് കഴിഞ്ഞിട്ട് ഉമ്മാനക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. പക്ഷെ അത് പറഞ്ഞാൽ ഇവര് വന്നിട്ട് വേദനിപ്പിച്ചിട്ട് പോകുന്നതിന് അതെന്ത്. അപ്പോൾ ഇത് കാണുന്നവർക്ക് ഇത് തോന്നിയേക്കാം, ഇത് ഒരു വർഷം മുന്നേ പറഞ്ഞതല്ലേ, ഇത് ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും പറയാമല്ലോ, ഇപ്പോൾ അടുത്തൊന്നും പറഞ്ഞതല്ലല്ലോ എന്ന് അമ്മേൻ്റെ തലയിൽ വെച്ചിട്ട് സത്യം ചെയ്തൊരു ഇതാണ്. പക്ഷേ കാണുന്ന ആൾക്കാർക്ക് പറയും ഇത് ഒരു വർഷം മുന്നേ പറഞ്ഞതല്ല, അതിപ്പോൾ നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതിപ്പോൾ ഒരാഴ്ച മുന്നേ ലൈവിൽ വന്നിട്ട് തൊപ്പി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരെ ഒന്ന് കണ്ടു നോക്കൂ. ഈ ക്യാരക്ടർ, ഈ ഊമ്പിയ ക്യാരക്ടർ നിർത്താൻ സമയം കാര്യമായിട്ട് നമുക്ക് മടുത്തണം. സത്യം മടുത്തു. കഞ്ചാവ് എന്ന് പറയുന്നത് എൻ്റെ ഉമ്മ സത്യം കഞ്ചാവ്. ഞാൻ കാര്യം പറയട്ടെ, എൻ്റെ ഉമ്മ സത്യമായിട്ട് ഞാൻ കളവറിയില്ല. എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം. എൻ്റെ ഉമ്മ സത്യം കഴിഞ്ഞ ആഴ്ച വരെ ഇപ്പോൾ പുള്ളിക്കാരൻ ഈ കാര്യം പറഞ്ഞതാണ്. അപ്പോൾ ഉമ്മാനെ വെച്ചിട്ട് എന്തായാലും ഒരു സത്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെയും അത് ആവർത്തിക്കില്ല എന്ന് തന്നെയാണ് എന്തായാലും വിശ്വാസം. അപ്പോൾ അത് അങ്ങനെ വരെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഒരു കേസിൽ തൊപ്പിപ്പെട്ടിരിക്കുന്നത്. സത്യം ചെയ്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരാഴ്ച മുന്നേ വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ ഇത് കാണുന്ന സമയത്ത് ശരിക്കും സത്യം പറഞ്ഞാൽ നമുക്കൊരു സങ്കടം തോന്നും. എന്ത് തന്നെയാണെങ്കിലും നല്ലവനായിട്ട് പെട്ടെന്ന് പിന്നെ ഒരു തെറ്റും ചെയ്യാതെ പിടിക്കപ്പെടുമ്പോഴുള്ള ആ ഒരു ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താ പറയുക, ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. തൊപ്പി ഇതെല്ലാം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തൊപ്പി ഒരു സുഹൃത്തിൻ്റെ കൂടെ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം, ഒന്ന് കണ്ടു നോക്കൂ. ഉമ്മാനോട് ഞാൻ പറയും, ഉമ്മ അറിയുന്നില്ല ലൈവിൽ ഇപ്പൊ റൂട്ടറും പ്രോയിലും അതും 15 റുപ്യ കൊടുത്തിട്ട് കാണല്ലോ എന്റെ മോനെ ലൈവ്.
ഓടാ ഇവിടെ നോക്കിയ ഫോൺ ഉപയോഗിക്കുന്ന എന്റെ ഉമ്മ റൂട്ടർ വെച്ചിട്ട് 15 റുപ്യൊക്കെ ഇതാണ്ട് ഇതെന്ത് ആരും പറയട്ടെ. ഞാൻ ഇന്നലെ ഒരു പാക്കറ്റ് സിഗരറ്റ് കഴിച്ചു. പാക്കറ്റ് ഇപ്പൊ ഉണ്ടാടാ. അമ്മന് കുറച്ച് അഹങ്കാരം കൊടുത്തില്ലടാ. ഞാൻ എന്തായാലും കുടിക്കും. അത് നീ കുടിച്ചിട്ട് നീ നിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും. ഞാൻ കുടിക്കാണ്ട് നീ ഒരു തുള്ളി കുടിക്കൂല കേട്ടില്ല. ഞാൻ കുടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ നീ ഇത്രയും ഷോ കാണിച്ചത്. കള്ളു കുടിച്ചോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ. അല്ല അതൊന്നും പ്രശ്നമില്ല. ഞാൻ നീ എന്തായാലും ഇല്ലില്ല നീ കുടിക്കൂല. എന്റെ ഒന്നിച്ച് എന്റെ ഇപ്പോൾ കണ്ടില്ലേ, കൂടെ ഉള്ളവൻ കുടിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ തെറി പറഞ്ഞ ആളാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കേസിൽ ഇതായിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചതിക്കുഴിയിലൊക്കെ പെടേണ്ടി വരും. നമ്മൾ തെറ്റ് ചെയ്യാതെ തന്നെ നമ്മൾ ആ ഒരു ഇതിൽ തെറ്റിലേക്ക് നമ്മൾ ചെന്ന് പെടും. അതുകൊണ്ട് നമ്മൾ ഫെയിം ആയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇതൊക്കെ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. എന്ത് തിരഞ്ഞെടുക്കുന്ന സമയത്തും മുന്നും പിന്നും നോക്കി നല്ല രീതിയിലുള്ള നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാൻ നോക്കുക. അത് നമുക്ക് ജീവിതാവസാനം വരെ അത് നല്ല രീതിയിൽ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ എന്താ പറയുക, നമ്മളൊരു നമ്മളൊരു തെറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ സുഹൃത്ത് നല്ലതാണെങ്കിൽ ആ സുഹൃത്തുക്കൾ നമുക്ക് നല്ലത് പറഞ്ഞു തരും. ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക, നമ്മൾ നല്ലവനാണെങ്കിൽ നമുക്ക് കിട്ടിയ സുഹൃത്ത് തെറ്റിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഭയങ്കര തെറ്റായി ചെയ്യുന്ന സുഹൃത്തുക്കളാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ നമ്മൾ പോലും ആ തെറ്റിലേക്ക് പോവും. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല എങ്കിൽ കൂടെ അവർ ചെയ്ത തെറ്റിൽ നമ്മളും കൂടെ അതിൽ പെടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക, നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അപ്പോൾ തൊപ്പിയെ ഈ നല്ലവനായതിനു ശേഷം ഇങ്ങനെ ഒരു അറസ്റ്റ് എന്ന് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്തത്. അപ്പോൾ ഇത്രയുള്ള ടോപ്പിക്, പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.